നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ വളരുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ വളരുവാനായിട്ട് അനേകം മാർഗങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. ജീവിതത്തിൽ മുന്നേറുവാൻ അനേകം മാർഗങ്ങൾ നമുക്ക് പറയുവാനായി കഴിയും. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാതെ നമുക്ക് മുന്നേറുവാൻ സാധിക്കുകയില്ല. എൻ്റെ ജീവിതം ഞാൻ ദിവസവും നയിക്കുന്നത് പോലെ തന്നെ നയിച്ചാൽ മുന്നേറ്റം ഉണ്ടായി എന്ന് വരില്ല. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ, നന്മയുടേതായ ചില മാറ്റങ്ങൾ വരുത്തിയാൽ, ശരികളുടേതായ ചില മാറ്റങ്ങൾ വരുത്തിയാൽ, മുന്നേറാൻ ആവശ്യമായ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ മുന്നേറ്റം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഒരു വിമാനം പറക്കുന്ന നമുക്കറിയാം. അത് പറക്കാനായിട്ട് തന്നെ ദിശ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കും. അതിൽ നിന്ന് അല്പമെങ്കിലും വലത്തോട്ടോ ഇടത്തോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് ചെന്ന് ലാൻഡ് ചെയ്യുന്ന ഇടം, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തായിരിക്കും. വിചാരിക്കുന്ന രാജ്യത്തായിരിക്കില്ല. ചിലപ്പോൾ 1 ഡിഗ്രി ആയിരിക്കും തിരിയുക, പക്ഷേ അത് തികച്ചും വിഭിന്നമായ വ്യത്യസ്തമായ മറ്റൊരു രാജ്യത്ത് ചെന്ന് അതിൻ്റെ യാത്ര അവസാനിപ്പിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം, വലത്തോട്ടോ ഇടത്തോട്ടോ മുകളിലേക്കോ താഴേക്കോ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കാതലായ അനേകം വലിയ മാറ്റത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ശരിയായ മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മൾ തയ്യാറാകണം. ജീവിതത്തിൽ വളർച്ച ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ജീവിതത്തിൽ മുന്നേറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നാം മാറ്റണം. ഒന്നാമത്തെ കാര്യം, വളരെ ലളിതമായ ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്ന സമയം. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് രാവിലെ ഉറക്കം എഴുന്നേൽക്കാൻ കഴിയാറില്ല. ഞാനൊരു നൈറ്റ് പേഴ്സണാണ്. നൈറ്റ് പേഴ്സൺ ആകുമ്പോൾ കൂടുതലും രാത്രി കാര്യങ്ങൾ, പഠനവും ജോലിയൊക്കെ ചെയ്യാനാണ് താല്പര്യം. പകൽ രാവിലെ എഴുന്നേൽക്കുന്നതിനേക്കാളും രാത്രി കൂടുതൽ സമയം വരുന്നത് 10 മണി, 12 മണി, 1 മണി, 2 മണി അങ്ങനെയൊക്കെ ഇരുന്ന് ജോലി ചെയ്യാനാണ് താല്പര്യം. ശരിയായിരിക്കാം, നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ ശരി, അങ്ങനെ തന്നെ തുടരുക. പക്ഷേ അതേസമയം തന്നെ രാവിലെ പരമാവധി നേരത്തെ എഴുന്നേൽക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ദിവസം കൂടുതൽ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെയും രാവിലെ അത്ര നേരത്തെ എഴുന്നേറ്റ് ശീലമില്ലാത്ത ആളാണെങ്കിൽ അത് തുടരുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടുന്നത് കാണുവാനായി സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ അരമണിക്കൂറെങ്കിലും പുസ്തക വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. നമ്മൾ മൊബൈലിന് വേണ്ടി, ടി വിക്ക് വേണ്ടി ഒരുപാട് സമയം മാറ്റിവെക്കുന്ന ആൾക്കാരാണ്. പക്ഷേ പുസ്തക വായനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റ് ഡിവൈസുകളെല്ലാം നമ്മുടെ വിർച്വലായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരിക. അവിടെ നമുക്ക് ചിന്താശേഷി അധികം ഉപയോഗിക്കേണ്ടി വരാറില്ല. എന്നാൽ പുസ്തകം വായിക്കുന്നതോടുകൂടി നമ്മുടെ ഇമാജിനേഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ അറിവ് വർദ്ധിക്കാൻ തുടങ്ങും, ജ്ഞാനം വർദ്ധിക്കാൻ തുടങ്ങും, ധാരണകൾ മാറാൻ തുടങ്ങും. പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനും വായിക്കുന്നതോടുകൂടെ അതിനെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ സമാഹരിക്കുവാനും പുസ്തക വായന നമ്മെ ഒരുപാട് സഹായിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ചിന്തകളെ വളർത്തുവാനായിട്ട്, നമ്മുടെ മസ്തിഷ്കത്തെ വളർത്തുവാനായിട്ട് പുസ്തക വായന ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും പുസ്തകം വായിക്കുക. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഭക്ഷണശീലങ്ങളാണ്. പണ്ട് കേരളീയരുടെ ഭക്ഷണശീലമെന്ന് പറയുന്നത് ദിവസം 2 നേരമായിരുന്നു ഭക്ഷണം. പിന്നീടത് മറ്റ് കൊളോണിയൽ ആൾക്കാരുടെ വരവോടുകൂടി അത് 3 നേരമായി മാറാൻ തുടങ്ങി. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും കുറഞ്ഞത് 5 നേരം നമ്മൾ മലയാളികൾ ഭക്ഷണം കഴിക്കും. മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ അങ്ങനൊരു ശീലത്തിലേക്ക് വന്നു കഴിഞ്ഞു. ചില ആൾക്കാർ അതിലും കൂടുതൽ സമയം ഭക്ഷണം എടുക്കാറുണ്ട്. ഭക്ഷണം എടുക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ മിതഭക്ഷണം ശീലമാക്കുന്നത് ശരീരത്തിന്, ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ്. ഭക്ഷണം നമ്മൾ എത്ര ഉള്ളിലേക്ക് എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരിയായ ഭക്ഷണ രീതികൾ, സാധാരണ നമ്മുടെ പണ്ട് നാളിൽ പറയുന്ന രീതി ഇങ്ങനെയാണ്: അരവയർ ഭക്ഷണം കഴിക്കുക, 1/4 ഭാഗം വെള്ളം ഉപയോഗിക്കുക, ബാക്കി 1/4 ഭാഗം വയറ് ഒഴിച്ചിടുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ശീലമൊന്നും ഇല്ലായിരിക്കാം. എങ്കിൽ പോലും ഭക്ഷണ കാര്യത്തിൽ ശീലം പുലർത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തിന് ഒരുപാട് നമ്മളെ സഹായിക്കും. അടുത്ത കാര്യമെന്ന് പറയുന്നത്, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സമയം കണ്ടെത്തുക. നമുക്കറിയാം, ഇന്ന് നേരിട്ട് തന്നെ ആൾക്കാരെ പോയി സഹായിക്കണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ, അതുപോലുള്ള കാര്യങ്ങളിൽ കൂടെ ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ, 5-ാമത്തെ കാര്യമെന്ന് പറയുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ എല്ലാറ്റിനെയും പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തോടുകൂടെ കാണുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം. അത് താനേ വരില്ല. നമ്മൾ തന്നെ സ്വയമേവ ചിന്തിച്ച് വളർത്തിയെടുക്കുന്ന ഒരു സ്വഭാവമാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഏത് കാര്യത്തിലും ഏറ്റവും പ്രയാസകരമായ, ദുഃഖകരമായ
ക്ഷീണം ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വേദന ഉണ്ടാക്കുന്ന ഏതനുഭവം വന്നാലും അതിലും ഒരു പോസിറ്റീവ് കാണുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അത് കാണാനുള്ള മനസ്ഥിതി നിങ്ങൾ വളർത്തുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം കുറേ കൂടെ മുന്നേറും. ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിന് തകർച്ചയായിട്ടല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറുന്നത് കാണാം. ഏറ്റവും അവസാനമുള്ള കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സമയം കൂട്ടുക. ഉദാഹരണത്തിന് നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞ 6 മാസത്തിൽ നിങ്ങൾ അരമണിക്കൂർ പുസ്തകം വായിക്കുന്നുവെങ്കിൽ ഒരു 3/4 മണിക്കൂറായിട്ട് മാറ്റുക. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിന് മാറുന്നതും വളരുന്നതും മുന്നേറുന്നതും നിങ്ങൾ കാണുവാനായി സാധിക്കും. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.